കോമൺ ഡിസീസ് ഇൻ ഹ്യൂമൻ ആണ് നമ്മൾ ഈ പാർട്ടിൽ പഠിക്കുന്നത്. ആദ്യത്തെ തന്നെ സാൽമോണല്ല ടൈഫി ഈസ് എ പാത്തോജനിക് ബാക്ടീരിയം വിച്ച് കോസ് ടൈഫോയിഡ് ഫീവർ ഇൻ ഹ്യൂമൻ ബീയിങ്സ്. മനുഷ്യരിൽ ടൈഫോയിഡ് ഉണ്ടാക്കുന്ന ബാക്ടീരിയമാണ് സാൽമോണല്ല ടൈഫി. ഈ ചാപ്റ്ററിൽ നമുക്ക് 2 ബാക്ടീരിയൽ ഡിസീസിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്, ടൈഫോയിഡും ന്യൂമോണിയയും. അപ്പോൾ ആദ്യത്തെ തന്നെയാണ് ടൈഫോയിഡ്. അത് പരത്തുന്ന പാത്തോജനാണ് സാൽമോണല്ല ടൈഫി. These pathogens generally enter the small intestine through food and water contaminated with them and migrate to other organ through blood. ഈ പാത്തോജൻ നമ്മുടെ ബോഡിക്ക് എൻ്റർ ചെയ്യുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡിലും വാട്ടറിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ആൻഡ് വാട്ടറിലൂടെയാണ്. ആൻഡ് അതർ ഓർഗൻസിലേക്ക് ഇത് മൈഗ്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബ്ലഡിലൂടെയാണ്. അപ്പോൾ ആ ഒരു പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലഡിലൂടെയാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്, അതർ ഓർഗൻസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത് ബ്ലഡിലൂടെയാണ്. അതിൻ്റെ സിംറ്റംസ് ആണ് ഇനി പറയുന്നത്. സസ്റ്റൈൻഡ് ഹൈ ഫീവർ 39 to 40 degree Celsius, വീക്ക്നെസ്, സ്റ്റൊമക്ക് പെയിൻ. നമ്മൾ പറഞ്ഞു സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്കാണ് പാത്തോജൻ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റൊമക്കിൽ പെയിൻ ഉണ്ടാവും. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞാൽ മലബന്ധം. ഹെഡ് ഏക്ക് ആൻഡ് ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, വിശപ്പില്ലായ്മ are some of the common symptoms of this disease. Then intestinal perforation and death may occur in severe case. സിവിയർ കേസുകളിൽ ഇൻറ്റസ്റ്റൈൻ്റെ നമ്മുടെ വയറിലുള്ള പെർഫറേഷൻസ് ആണ്, ഹോളുകളൊക്കെ വന്നിട്ട് ഡെത്ത് നടക്കാനുള്ള ചാൻസും ഉണ്ട്. ടൈഫോയിഡ് ഫീവർ കുഡ് ബി കൺഫേംഡ് ബൈ വൈഡൽ ടെസ്റ്റ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ടൈഫോയിഡ് ഫീവർ കൺഫേം ചെയ്യാൻ വൈഡൽ ടെസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. വൈഡൽ ടെസ്റ്റ്. A classic case in medicine, that of Mary Malone, nicknamed Typhoid Mary, is worth mentioning here. She was a cook by profession and was a typhoid carrier who continued to spread typhoid for several years through the food she prepared. മേരി മെലൂൺ എന്ന് പറയുന്ന ഒരു കുക്ക് ഉണ്ടായിരുന്നു. അവരായിരുന്നു ഈ മേരി മെലൂണ് ഒരു ടൈഫോയിഡ് കാരിയർ ആയിരുന്നു. സോ അവർ സെർവ് ചെയ്യുന്ന ഫുഡിലൊക്കെ ഈ ടൈഫോയിഡ് സെർവ് ചെയ്യുന്ന ഫുഡിലൂടെ ഈ മേരി മെലൂണ് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ടൈഫോയിഡിനെ വർഷങ്ങളായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ മേരി മെലൂണിനെ നമ്മൾ എന്ത് ചെയ്തു, നിക്നെയിംഡ് ടൈഫോയിഡ് മേരി എന്ന് വിളിച്ചു. ദെൻ അടുത്ത ബാക്ടീരിയ ഡിസീസാണ് ന്യൂമോണിയ പരത്തുന്ന രോഗകാരികളാണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയും ഹീമോഫിലസ് ഇൻഫ്ലുവൻസയും. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയും ഹീമോഫിലസ് ഇൻഫ്ലുവൻസയുമാണ് ന്യൂമോണിയ പരത്തുന്നത്. വിച്ച് ഇൻഫെക്റ്റ് ഇത് ആൽവിയോളൈനെയാണ് ഇൻഫെക്റ്റ് ചെയ്യുന്നത്. ആൽവിയോളൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലങ്സിലുള്ള എയർ ഫിൽഡ് സാക്കുകളാണ് ആൽവിയോളൈ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എയർ ആണ് ഫിൽ ചെയ്തേണ്ടിയിരിക്കേണ്ടത്, എയർ. അതിന് പകരം ഇവിടെ മ്യൂക്കസ് വന്ന് അടിയുമ്പോഴാണ് അത് എന്താവുന്നത്, ന്യൂമോണിയ ആവുന്നത്. ഇവിടെ എയറിന് പകരം മ്യൂക്കസ് ആണ് ഉണ്ടായിരിക്കുക. സോ ഇൻ ഹ്യൂമൻ വിച്ച് ഇൻഫെക്റ്റ് ദ ആൽവിയോളൈ എയർ ഫിൽഡ് സാക്ക് ഓഫ് ദി ലങ്സ്. ആസ് എ റിസൾട്ട് ഓഫ് ദി ഇൻഫെക്ഷൻ ദ ആൽവിയോളൈ ഗെറ്റ് ഫിൽഡ് വിത്ത് ഫ്ലൂയിഡ് ലീഡിങ് ടു സിവിയർ പ്രോബ്ലംസ് ഇൻ റെസ്പിറേഷൻ. ദി സിംറ്റംസ് ഓഫ് ന്യൂമോണിയ ഇൻക്ലൂഡ്, ന്യൂമോണിയൻ്റെ സിംറ്റംസ് ആണ് ഫീവർ, ചില്ല്, കഫ് ആൻഡ് ഹെഡ് ഏക്ക്. ചില്ല് പറഞ്ഞാൽ വിറയലാണ് കേട്ടോ. കഫ് ആൻഡ് ഹെഡ് ഏക്ക്. ഇൻ സിവിയർ കേസിൽ ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്. ലിപ്പ് ആൻഡ് ഫിംഗർ നെയിൽസ് മേ ടേൺ ഗ്രേ ടു ബ്ലൂയിഷ് ആയിട്ട് നമ്മുടെ ലിപ്പ്, ചുണ്ടും അതേപോലെ തന്നെ ഫിംഗേഴ്സൊക്കെ ഗ്രേ ടു ബ്ലൂയിഷ് കളറായിട്ട് മാറുന്ന ഡിസീസ് ബോർഡ് എക്സാമിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ന്യൂമോണിയയാണ്, സിവിയർ കേസിലാണ് അങ്ങനെ സംഭവിക്കുന്നത്. A person acquires the infection by inhaling the droplet or aerosol released by an infected person or even by sharing glass and utensil with an infected person. ഇതെങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ, ഒരു ഹെൽത്തി പേഴ്സണിന് ഇപ്പോൾ ഒരു ഡിസീസുള്ള ന്യൂമോണിയ ഉള്ള ഒരാളുടെ ഡ്രോപ്ലെറ്റ്സ്, തുമ്മുമൊക്കെ തെറിക്കുന്ന ആ ഒരു വാട്ടർ ഡ്രോപ്ലെറ്റ്സ്, അതാണ് എയറോസോൾസ്. അത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണിൽ നിന്നുള്ള എയറോസോൾസ് ഒരു നോൺ ഇൻഫെക്റ്റഡ് അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള പേഴ്സണിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സെയിം ഗ്ലാസ്സുകൾ ഷെയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ യൂട്ടൻസിൽസ് വെസൽസൊക്കെ ഇൻഫെക്റ്റഡ് പേഴ്സൺസുമായിട്ട് ഷെയർ ചെയ്യുമ്പോഴൊക്കെയാണ് ന്യൂമോണിയ പകരുന്നത്. ന്യൂമോണിയയെ പറ്റി പറയാനുള്ളത്. ദെൻ അനദർ
ബാക്ടീരിയൽ ഡിസീസ് ഇവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. ഡിസെൻട്രി, പ്ലാഗ് ആൻഡ് ഡിഫ്തീരിയ. ഡിസെൻട്രി പറഞ്ഞാൽ വയറിളക്കാണ്. പ്ലാഗ് ആൻഡ് ഡിഫ്തീരിയ ആർ സം ഓഫ് ദ അതർ ബാക്ടീരിയൽ ഡിസീസ് ഷോൺ ഇൻ മാൻ. അപ്പോൾ മനുഷ്യനിൽ കാണുന്ന 5 ബാക്ടീരിയൽ ഡിസീസിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ ടൈഫോയിഡ് ആയിരുന്നു. രണ്ടാമത്തത് ന്യൂമോണിയ. 3 ഡിസെൻട്രി, പ്ലാഗ്, ഡിഫ്തീരിയ. 3, 4, 5. ഇതിൽ ടൈഫോയിഡും ന്യൂമോണിയയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ദെൻ അടുത്തതാണ് വൈറൽ ഡിസീസുകൾ. ഇവിടെ ഒറ്റ വൈറൽ ഡിസീസ് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ, കോമൺ കോൾഡ്. ഈ ചാപ്റ്ററിൽ തന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് എയ്ഡ്സിനെ പറ്റിയും പഠിക്കുന്നുണ്ട്. അപ്പോൾ മെനി വൈറസസ് ഓൾസോ കോസ് ഡിസീസ് ഇൻ ഹ്യൂമൻ ബീയിങ്. Rhinovirus represent one such group of virus which cause one of the most infectious human ailments, the common cold. Common cold പറഞ്ഞാൽ ജലദോഷമാണ്. ജലദോഷം ഉണ്ടാക്കുന്ന വൈറസാണ് റിനോ വൈറസ്. ഇത് ഇൻഫെക്റ്റ് ചെയ്യുന്നത് നോസിനെയും ആൻഡ് റെസ്പിറേറ്ററി പാസേജിനെയാണ് ഇത് ഇൻഫെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് ലങ്സിനെ അഫക്റ്റ് ചെയ്യില്ല. ഇത് നോട്ട് അഫക്റ്റ് ബൈ ലെൻസാണ്. ലെൻസിനെ ഇത് അഫക്റ്റ് ചെയ്യില്ല. നോട്ട് അഫക്റ്റ് ലെൻസാണ്. ദെൻ ദ കോമൺ കോൾഡ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ അതിൻ്റെ സിംറ്റംസ് പറഞ്ഞാൽ നേസൽ കൺജഷൻ എന്ന് പറഞ്ഞാൽ മൂക്കടപ്പ്, നേസൽ ഡിസ്ചാർജ് മൂക്കൊലിപ്പ്. ദെൻ സോർ തോട്ട് പറഞ്ഞാൽ തൊണ്ടയ്ക്ക് ഒരു വീക്കൊക്കെ. ഹൊയാസ്നെസ് പറഞ്ഞാൽ നമുക്കറിയാം ജലദോഷം ഉണ്ടാകുമ്പോൾ നമ്മുടെ സൗണ്ട് മാറും, അതാണ് ഹൊയാസ്നെസ്. ദെൻ കഫ്, ഹെഡ് ഏക്ക്, ടയർഡ്നെസ്. ഇതൊക്കെയാണ് കോമൺ കോൾഡിൻ്റെ സിംറ്റംസ്. വിച്ച് യൂഷ്വലി ലാസ്റ്റ് ഫോർ ഒരു 3 to 7 days ആയിരിക്കും കോമൺ കോൾഡ്. കമ്പ്യൂട്ടർ, കീബോർഡ്സ് ഓർ മൗസ് എക്സെട്ര ക്യാൻ കോസ് ഇൻഫെക്ഷൻ ഇൻ എ ഹെൽത്തി പേഴ്സൺ. ഒരു ഹെൽത്തി പേഴ്സണിൽ ഇതെങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുക വെച്ചാൽ ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് വരുന്ന ഡ്രോപ്ലെറ്റ്സ് എന്ന് വെച്ചാൽ തുമ്മുമ്പോൾ, കഫ് ഓർ സ്നീസ് തുമ്മുമ്പോൾ ഒക്കെ വരുന്ന ഡ്രോപ്ലെറ്റ്സ് കാരണം, അല്ലെങ്കിൽ അത് ഡയറക്റ്റ്ലി നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന വഴിയോ, അല്ലെങ്കിൽ അവർ തൊട്ട ഒബ്ജക്ട്സ് കണ്ടാമിനേറ്റഡ്. ഇപ്പം ജസ്റ്റ് പെന്നൊക്കെ തൊട്ട് കഴിഞ്ഞാൽ, പെന്ന്, നമ്മളെ ഡോർ നോബ്, ഡോറൊക്കെ തുറക്കുന്ന നോബുകൾ, കമ്പ്യൂട്ടർ, കീബോർഡ്, മൗസ്, ഇങ്ങനെ ഇൻഫെക്റ്റഡായ പേഴ്സൺ തൊട്ട് കഴിഞ്ഞിട്ടുള്ള സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ കോമൺ കോൾഡ് ഉണ്ടാവാൻ കാരണമാകുന്നു. ദെൻ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് പ്രോട്ടോസോവൻസ് ഡിസീസാണ്. 2 പ്രോട്ടോസോവൻ ഡിസീസുകൾ നമുക്ക് പറയാനുണ്ട്. ഒന്നാണ് മലേറിയ, രണ്ടാമത്തെ അമീബിയാസിസ് ആണ്, അടുത്തതിൽ വരും. ദെൻ ഫസ്റ്റ് വൺ മലേറിയ. Some of the human diseases are caused by protozoans too. You might have heard about malaria, a disease man has been fighting since many years. മലേറിയ പരത്തുന്നത് പ്ലാസ്മോഡിയമാണ്. അതൊരു പ്രോട്ടോസോവയാണ് പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. എ ടൈനി പ്രോട്ടോസോവൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ഡിസീസ്. ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് പ്ലാസ്മോഡിയം പ്രോട്ടോസോവൻ ഡിസീസുകളാണ്. പ്രോട്ടോസോവൻ ഡിസീസുകൾ പ്രധാനപ്പെട്ടതാണ് മലേറിയ. മലേറിയ പരത്തുന്നത് ഒരു പ്ലാസ്മോഡിയമാണ്. പ്ലാസ്മോഡിയം 3 തരത്തിലുള്ളത്. ഒന്നാണ് പ്ലാസ്മോഡിയം വൈവാക്സ്, രണ്ടാമത്തെയാണ് പ്ലാസ്മോഡിയം മലേറിയ ആൻഡ് 3 പ്ലാസ്മോഡിയം ഫാൽസിപാറം. ഈ പ്ലാസ്മോഡിയം ഫാൽസിപാറമാണ് കുറച്ചും കൂടി ഫെയ്റ്റൽ ആയിട്ടുള്ള മലേറിയ ഉണ്ടാക്കുന്നത്. ആർ റെസ്പോൺസിബിൾ ഫോർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മലേറിയ. ഓഫ് ദീസ് മാലിഗ്നൻറ്റ് മലേറിയ കോസ്ഡ് ബൈ മാലിഗ്നൻറ്റ് മലേറിയ caused by Plasmodium falciparum is the most serious one and can even be fatal. ഇനി നമുക്ക് ലൈഫ് സൈക്കിൾ ഓഫ് പ്ലാസ്മോഡിയം പറയാം. ആദ്യം നമുക്ക് ഈ ഒരു നെക്സ്റ്റ് പേജിലുള്ള പിക്ചർ ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് വരാം. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഇതാണ് പിക്ചർ. സ്റ്റേജസ് ഇൻ ദ ലൈഫ് സൈക്കിൾ ഓഫ് പ്ലാസ്മോഡിയം എന്നിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു മോസ്കിറ്റോ എന്ന് വെച്ചാൽ ഒരു മോസ്കിറ്റോ വന്ന് നമ്മളെ കുത്തുന്നു. വി ആർ ഹ്യൂമൻ ബീയിങ്സ്. ഒരു ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോസാണ് ഈ എന്താ പറയുക മലേറിയ പരത്തുന്നത്. സോ ഒരു ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ഇതൊരു ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോയാണ്, ഫീമെയിലാണ്. അത് വന്ന് നമ്മളെ കുത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഈ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോയിൽ ഉണ്ടാകുന്ന സ്പോറോസോയിറ്റുകൾ അവരുടെ സലൈവയിലായിരിക്കും ആ സ്പോറോസോയിറ്റ് ഉണ്ടാവുക. ഈ നമ്മൾ എന്തൊക്കെ ബൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് ആ സ്പോറോസോയിറ്റുകൾ ഇൻജെക്റ്റ് ആയിട്ടുണ്ടാവും. സോ ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ എന്തെത്തി, സ്പോറോസോയിറ്റുകൾ എത്തി. ഇനി അത് നേരെ പോവുക ലിവറിലേക്കാണ്. ലിവറിൽ അത് ചെന്നിട്ട് എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും.
ആൻഡ് ലിവറിൽ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഈ സ്പോറോസോയിറ്റുകൾ കുറേ എണ്ണാവും. ഈ മൾട്ടിപ്ലൈ ചെയ്ത് ലിവറിൽ വെച്ചിട്ടാണ് അവർ മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം നേരെ അവർ RBCയിലേക്കാണ് പോവുക. RBCയിൽ വെച്ചിട്ട് അവർ RBCയിൽ ഹീമോഗ്ലോബിൻ ഉണ്ട് എന്നറിയാം. ഹീമോഗ്ലോബിനിൽ ഈ ഗ്ലോബിൻ എന്ന് പറയുന്നത്, ഗ്ലോബിൻ ഒരു പ്രോട്ടീനാണ്. ഈ ഗ്ലോബിൻ എന്ന പ്രോട്ടീൻ കഴിച്ചിട്ട് അവർ ഹീമോസോയിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ നമ്മുടെ ബോഡിയിൽ റിലീസ് ചെയ്യും. ഹീമോസോയിൻ. ഈ ഹീമോസോയിനാണ് നമ്മുടെ ഈ മലേറിയ ഉള്ള ആളുകൾക്ക് വിറയലോട് കൂടിയിട്ടുള്ള പനി കൊടുക്കാൻ കാരണം. ഹീമോസോയിൻ്റെ പ്രൊഡക്ഷനാണ് നമ്മുടെ ബോഡിയിൽ. ഈ ഹീമോസോയിനാണ് നമുക്ക് ചില്ലോട് കൂടിയിട്ടുള്ള ഫീവറിന് കാരണമാകുന്നത് നമ്മുടെ ബോഡിയിൽ. ദെൻ ഈ ഹീമോസോയിൻ, നമ്മുടെ ബോഡിയിൽ ഹീമോസോയിൻ ഉണ്ടായി. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മലേറിയ ഉള്ള ഒരു പേഴ്സണാലിറ്റിയാണ് നമ്മൾ. ആ മലേറിയ ഉള്ള ആളുകളിലേക്ക് വീണ്ടും ഒരു ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ വരുന്ന കേസിൽ, വീണ്ടും ഒരു ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ വരുമ്പോൾ, വീണ്ടും ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോയെ ബൈറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബോഡിയിലേക്ക് ഈ ഹീമോസോയിൻ അല്ലെങ്കിൽ ഈ കെമിക്കൽസൊക്കെ എൻ്റർ ചെയ്യും. ഈ ഹീമോസോയിന് അവരുടെ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ് മെച്ചുറേഷൻ നടക്കുന്നത്. ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷനൊക്കെ അവരുടെ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് നടന്ന് ഈ ഹീമോസോയിൻ മെച്ചുറായി സ്പോറോസോയിറ്റുകൾ ഉണ്ടാവുന്നു. ഈ സ്പോറോസോയിറ്റുകൾ ആഫ്റ്റർ കുറച്ചു കൂടെ മെച്ചുറായതിനു ശേഷം അത് ഈ മോസ്കിറ്റോസിൻ്റെ എന്ത് ചെയ്യുന്നു, സലൈവയിലേക്ക് വന്നു. ദെൻ വീണ്ടും ആ ഒരു മോസ്കിറ്റോ ആ ഒരു ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ വന്നിട്ട് വേറൊരു ഹെൽത്തി പേഴ്സണെ കടിക്കുമ്പോൾ അവരുടെ ബോഡിയിലേക്ക് സ്പോറോസോയിറ്റ് കയറുന്നു. അത് ലിവറിനെ അഫക്റ്റ് ചെയ്യുന്നു. ദെൻ RBCയിലേക്ക് വരുന്നു. RBCയിലുള്ള ഗ്ലോബിനെ അവർ കഴിച്ചിട്ട് ഹീമോസോയിൻ എന്ന് പറഞ്ഞ കെമിക്കൽ റിലീസ് ചെയ്യുന്നു. ഈ ഹീമോസോയിലിൻ്റെ കാരണം കൊണ്ടാണ് ചില്ലോട് കൂടിയുള്ള ഫീവർ നമുക്കുണ്ടാവുന്നത്. ഒരു നോൺ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു മോസ്കിറ്റോ നമ്മൾ വന്ന് കടിക്കുമ്പോൾ ദെൻ ആ ഒരു ഹീമോസോയിൻ എന്ന് പറയുന്ന കെമിക്കൽ അവരുടെ ബോഡിയിലേക്ക് കയറി അവരുടെ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് അതിന് മെച്ചുറേഷൻ നടന്നിട്ടാണ് വീണ്ടും അത് സ്പോറോസോയിറ്റായി ഉണ്ടാവുന്നു. സ്പോറോസോയിറ്റ് മെച്ചുറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവരുടെ സലൈവയിലേക്ക് വരും. ദെൻ വീണ്ടും ഈ ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്യും. ഇനി നമുക്കിത് റീഡ് ചെയ്ത് നോക്കാം. ലെറ്റ് us like a glance at the life cycle of Plasmodium. Plasmodium enters the human body as sporozoite. ഇത് സ്പോറോസോയിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷ്യസ് ഫോമാണ്. ത്രൂ ദ ബൈറ്റ് ഓഫ് ഇൻഫെക്റ്റഡ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ, the parasite initially multiply with the liver cell and then attack the red blood cell, resulting in their rupture. The rupture of RBC is associated with release of a toxic substance, hemozoin, which is responsible for the chill and high fever occurring even 3 to 4 days. ഇതിങ്ങനെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഇപ്പോൾ ഒരു 3 to 4 days നല്ല ഹൈ ഫീവർ ആയിരിക്കും. ദെൻ അത് നിൽക്കും. ദെൻ വീണ്ടും 3 to 4 days അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ആണ് അങ്ങനെ റിക്കവർ ചെയ്യും. നമ്മൾ 3 to 4 days കഴിയുമ്പോൾ നമ്മൾ മലേറിയയിൽ നിന്ന് റിക്കവർ ആവും. വീണ്ടും ഒരു 3 to 4 days ഹൈ ഫീവർ വിത്ത് ചിൽ വരും. ദെൻ നമ്മൾ റിക്കവർ ആവും, പിന്നെയും വരും. അങ്ങനെയാണ് ഈ മലേറിയ നടക്കുക. വെൻ എ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ബൈറ്റ്സ് ആൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ, ദീസ് പാരസൈറ്റ് എൻറ്റേഴ്സ് ദ മോസ്കിറ്റോ ബോഡി ആൻഡ് അണ്ടർഗോ ഫെർദർ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ എന്താ പറയുക, പ്ലാസ്മോഡിയത്തിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത് നമ്മുടെ ബോഡിയിലും ഹ്യൂമൻ ബോഡിയിലും ആൻഡ് മോസ്കിറ്റോൻ്റെ ബോഡിയിലും കൂടെ വെച്ചിട്ടാണ്. ദ പാരസൈറ്റ് മൾട്ടിപ്ലൈ വിത്തിൻ ദം ടു ഫോം സ്പോറോസോയിറ്റുകൾ ഉണ്ടാവും ദാറ്റ് ആർ സ്റ്റോർഡ് ഇൻ ദെയർ സലൈവറി ഗ്ലാൻഡ്. When these mosquito bite a human, the sporozoite are introduced into his or her body, thereby initiating the event mentioned above. It is interesting to note that malarial parasite require 2 hosts, 2 ഹോസ്റ്റുകൾ വേണം, ഒന്ന് ഹ്യൂമൻ ആൻഡ് മോസ്കിറ്റോ, to complete its life cycle. The female anopheles mosquito is a vector ആണ്. ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ എന്ന് പറയുന്നത് വെക്ടർ ആണ്. ദെൻ നമുക്ക് നെക്സ്റ്റ് ഡിസീസിലേക്ക് പോവാം. That is amoebiasis. Entamoeba histolycയാണ് അതിൻ്റെ protozoan. Entamoeba histolica is a protozoan parasite. In the large intestine കാണുന്ന ഒരു protozoan parasite ആണ് Entamoeba histolica.
ഓഫ് ഹ്യൂമൻ വിച്ച് കോസ് അമീബിയാസിസ്. അമീബിയാസിസ് എന്ന് പറഞ്ഞാൽ അമീബിക് ഡിസെൻട്രി ആണ്. ഡിസെൻട്രി പറഞ്ഞാൽ വയറിളക്കമാണ്. അമീബിക് ഡിസെൻട്രീനെയാണ് നമ്മൾ അമീബിയാസിസ് എന്ന് പറയുക. ഇതിൻ്റെ സിംറ്റംസ് ഓഫ് ദിസ് ഡിസീസ് ഇൻക്ലൂഡ്, നമുക്കറിയാം ഡിസെൻട്രി ആണ്. ഈ ഡിസെൻട്രികളൊക്കെ ഉണ്ടാകുന്നത് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ വഴിയാണ്. ആൻഡ് അവരുടെയൊക്കെ സിംറ്റംസിലൊന്നാണ് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം, ആൻഡ് അബ്ഡോമിനൽ, ഇത് ലാർജ് ഇൻറ്റസ്റ്റൈനെയാണ് ബാധിക്കുക നമ്മൾ പറഞ്ഞു. സോ അബ്ഡോമിനൽ പെയിൻ ഉണ്ടാവും. ആൻഡ് ക്രാംസ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്കംഫേർട്ട്, വയറിൽ ഉണ്ടാവുന്ന ഒരു ഡിസ്കംഫേർട്ടിനെയാണ് നമ്മൾ ക്രാംസ് എന്ന് പറയുക. ദെൻ സ്റ്റൂൾ വിത്ത് എക്സസ് മ്യൂക്കസ് ആൻഡ് ബ്ലഡ് ക്ലോട്ടൊക്കെയുള്ള സ്റ്റൂള്. സ്റ്റൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്ക്രീറ്റിനെയാണ് സ്റ്റൂൾ എന്ന് പറയുക. അതിൽ മ്യൂക്കസ്, എക്സസ് മ്യൂക്കസും ആൻഡ് ബ്ലഡൊക്കെ ഉണ്ടാവും, ബ്ലഡിൻ്റെ ക്ലോട്ടും ഉണ്ടാവും. ഇതാണ് അമീബിയാസിസിൻ്റെ സിംറ്റംസ്. ഹൗസ് ഫ്ലൈ ആക്ട് ആസ് എ മെക്കാനിക്കൽ കാരിയേഴ്സ് ആൻഡ് സെർവ് ടു ട്രാൻസ്മിറ്റ് എ പാരസൈറ്റ് ഫ്രം ഫീക്കസ് ഓഫ് ഇൻഫെക്റ്റഡ് പേഴ്സൺസ് ടു ഫുഡ് ആൻഡ് ഫുഡ് പ്രോഡക്റ്റ്, ദെർബൈ കണ്ടാമിനേറ്റിംഗ് ദം. ഇത് ഞാൻ പറഞ്ഞു ഡിസെൻട്രി ആണ്. സോ ഇത് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടറിലൂടെയാണ്. ഇതിൻ്റെ മെയിനായിട്ട് പരത്തുന്ന വെക്ടറാണ് ഹൗസ് ഫ്ലൈസ് ആണ് അമീബിയാസിസ് ഉണ്ടാക്കുന്നത്. ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് ഫുഡ് കണ്ടാമിനേറ്റഡ് ബൈ ദ ഫീക്കൽ മാറ്റർ ആർ ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ. ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് ഫുഡ് കണ്ടാമിനേറ്റഡ് ബൈ ദ ഫീക്കൽ മാറ്റർ ആർ ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ആണ്. അതാണ് അമീബിയാസിസ്. ഇപ്പോൾ നമ്മൾ 2 പ്രോട്ടോസോവൻ ഡിസീസും പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഹെൽമിന്തിക് ഡിസീസാണ്. ഹെൽമിന്തസ് എന്നൊക്കെ പറഞ്ഞാൽ വിര എന്നാണ്. ഹെൽമിന്തിക് ഡിസീസുകളും നമുക്ക് 2 പഠിക്കാനുണ്ട്. ഫസ്റ്റ് വണ്ണാണ് ആസ്കാരിസ്. ആസ്കാരിസിൻ്റെ ദ കോമൺ റൗണ്ട് വേം ആൻഡ് വുച്ചറേറിയ അല്ലെങ്കിൽ ഫൈലേരിയൽ വേം ആർ സം ഓഫ് ദി ഹെൽമിന്തസ് വിച്ച് ആർ നോൺ ടു ബി പാത്തോജനിക് ടു മാൻ. ആസ്കാരിസ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റസ്റ്റൈനലായിട്ടുള്ള ഒരു പാരസൈറ്റ് ആണ്. ദാറ്റ് കോസ് ആസ്കാരിയാസിസ്. സിംറ്റംസ് ഓഫ് ദീസ് ഡിസീസ് ഇൻക്ലൂഡ്, നമ്മൾ പറഞ്ഞു ഇൻറ്റസ്റ്റൈനൽ പാരസൈറ്റ് ആണ്. സോ ഇതിൻ്റെ സിംറ്റം എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ബ്ലീഡിങ്, നല്ല മസ്കുലാർ പെയിൻ, ഫീവർ, അനീമിയ, ബ്ലോക്കേജ് ഓഫ് ദി ഇൻറ്റസ്റ്റൈനൽ പാസേജ് എന്നൊക്കെയാണ്. ദെൻ ദി എഗ്സ് ഓഫ് ദി പാരസൈറ്റ് ആർ എക്സ്ക്രീറ്റഡ് അലോങ് ദ ഫീക്കസ് ഓഫ് ഇൻഫെക്റ്റഡ് പേഴ്സൺ വിത്ത് കണ്ടാമിനേറ്റ് സോയിൽ, വാട്ടർ, പ്ലാന്റ്സ് എക്സെട്ര. A healthy person acquire this infection through contaminated water, vegetable or fruit. ഇങ്ങനെയൊക്കെയാണ് ആസ്കാരിയാസിസ് ഉണ്ടാവുന്നത്. ഒക്കെ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. പാരസൈറ്റിൻ്റെ എഗ്ഗുകൾ, ദ എഗ്സ് ഓഫ് ദി പാരസൈറ്റ്, ഈ ലൈൻ ദ എഗ്സ് ഓഫ് ദി പാരസൈറ്റ് ആർ എക്സ്ക്രീറ്റ് ചെയ്യുന്നു അലോങ് വിത്ത് ദി ഫീക്കസ് ഓഫ് ഇൻഫെക്റ്റഡ് പേഴ്സൺ. ഇപ്പോൾ ആസ്കാരിയാസിസ് ഉള്ള ഒരു പേഴ്സൻ്റെ ഫീക്കൽ മാറ്ററിൽ ഈ ഒരു പാരസൈറ്റിൻ്റെ, ആസ്കാരിസ് എന്ന് പറയുന്ന പാരസൈറ്റിൻ്റെ എഗ്ഗുകൾ ഉണ്ടാവും. ഇത് ഫുഡ് വഴി, കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ വഴി അതർ പേഴ്സണിലേക്ക് എത്തുമ്പോഴാണ് ഈ ഒരു ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത ഡിസീസാണ് വ്യൂച്ചറേറിയ. അടുത്ത ഹെൽമിന്തിക് ഡിസീസാണ് വ്യൂച്ചറേറിയ. വ്യൂച്ചറേറിയ 2 തരത്തിലാണ്, വ്യൂച്ചറേറിയ ബാൻക്രോഫ്റ്റിയും വ്യൂച്ചറേറിയ മലായിയും. The filarial worm causes slowly developing chronic inflammation of the organ ആണ് in which they live for many years. ലിംഫാറ്റിക് വെസൽസിനെയാണ് ഈ വ്യൂച്ചറേറിയ മെയിൻലി എഫക്റ്റ് ചെയ്യുന്നത്. ലിംഫാറ്റിക് വെസൽ നമ്മുടെ ലോവർ ലിംബ്, കാലിൻ്റെ ലോവർ ലിംസിൽ ആൻഡ് അവിടെയൊക്കെയുള്ള ലിംഫാറ്റിക് വെസൽ സ്വെല്ല് ചെയ്യുന്ന ഡിസീസ്, ഇൻഫ്ലമേഷൻ സംഭവിക്കുന്നതാണ്. ഇതിനെയാണ് നമ്മൾ എലിഫൻറ്റിയാസിസ്, ഈ പിക്ചറിൽ കാണുന്നത് എലിഫൻറ്റിയാസിസിൻ്റെ ലോവർ ലിംബിലുള്ള എലിഫൻറ്റിയാസിസ് ആണ്. ആൻഡ് ലോവർ ലിംബിൽ മാത്രമല്ല ജനൈറ്റൽ ഓർഗൻസിലും ഇവർക്ക് എന്താ പറയുക ഇൻഫ്ലമേഷൻ നടക്കും. അതാണ് ഈ എലിഫൻറ്റിയാസിസ് ഓർ ഫൈലേരിയാസിസ് എന്ന് നമ്മൾ വിളിക്കും. ദ ജനൈറ്റൽ ഓർഗൻസ് ആർ ഓൾസോ ഓഫൺ അഫക്റ്റഡ് റിസൾട്ടിങ് ഇൻ ഗ്രോസ് ഡിഫോർമിറ്റീസ് പറഞ്ഞാൽ ഒരു എന്താ പറയുക റെഗുലർ അല്ലാത്ത ഒരു സ്ട്രക്ചർ. അതാണ് ഇത് കണ്ടോ, ഈ ചിത്രത്തിൽ തന്നെ നമുക്ക് കാണാം. ലോവർ ലിംസിനെയും ജനൈറ്റൽ ഓർഗൻസിനെയുമാണ് ഫൈലേരിയാസിസ് ബാധിക്കുന്നത്. അത് ഒരു എലിഫൻറ്റ് പോലുള്ള സ്ട്രക്ചർ വരും. ദാറ്റ് ഇസ് വൈ ഇറ്റ്സ് കാൾഡ് എലിഫൻറ്റിയാസിസ്. ദെൻ ദ പാത്തോജൻസ് ആർ ട്രാൻസ്മിറ്റഡ് ടു എ ഹെൽത്തി പേഴ്സൺ ത്രൂ ദ ബൈറ്റ് ഓഫ് എ ഫീമെയിൽ മോസ്കിറ്റോ വെക്ടർ വഴിയാണ് ഈ ഒരു പാത്തോജൻ. അടുത്ത് നമുക്ക് പറയാനുള്ളത് ഫംഗൽ ഡിസീസാണ്. Many fungal belonging to the genera Microsporum, Trichophyton, Epidermophyton, Microsporum, Trichophyton, Epidermophyton are responsible for ringworm disease നെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്.
ദ മോസ്റ്റ് കോമൺ ഇൻഫെക്ഷൻസ് ഡിസീസ് ഇൻ മാൻ ആണ് റിംഗ് വേം. എന്ന് വെച്ചാൽ അപ്പിയറൻസ് ഓഫ്, ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ അപ്പിയറൻസ് ഓഫ് ഡ്രൈ സ്കെയിലി ലേഷൻസ് ഓൺ വാരിയസ് പാർട്ട് ഓഫ് ദ ബോഡി സച്ച് എസ് സ്കിന്ന്, നെയില്, സ്കാൽപ്പിലൊക്കെ കാണുന്നതൊക്കെ ഫംഗൽ ഡിസീസുകളാണ്. ദെൻ ദ മെയിൻ സിംറ്റംസ് ഓഫ് ദി ഡിസീസ്. ദീസ് ലേഷൻസ് ആർ അക്കമ്പനീഡ് ബൈ ഇൻറ്റൻസ് ഇച്ചിങ് ഉണ്ടായിരിക്കും. ഇച്ചിങ് പറഞ്ഞാൽ ചൊറിച്ചിൽ, ഇൻറ്റൻസ് ഇച്ചിങ്. ദെൻ ഹീറ്റ് ആൻഡ് മോയ്സ്ചർ ആണ് ഈ ഒരു ഫംഗസിന് നമ്മുടെ ബോഡിയിൽ വളരാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ കൊടുക്കുന്നത്. അപ്പോൾ ഹീറ്റ് ആൻഡ് മോയ്സ്ചർ ഹെൽപ്പ് ദീസ് ഫംഗൈ ടു ഗ്രോ which make them thrive in skin folds such as those in the groin or between the toes. Groin എന്ന് പറഞ്ഞാൽ തൊടയാണ്, ആൻഡ് ബിറ്റ്വീൻ ദ ടോസ്, കാലിൻ്റെ വിരലുകൾക്കിടയിലൊക്കെയാണ് ഈ ഒരു ഫംഗസ് നല്ലോണം ഗ്രോ ചെയ്യുക. കാരണം അവിടെ മോയ്സ്ചർ കണ്ടൻറ്റ് എപ്പോഴും ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ബിറ്റ്വീൻ ദ ടോയ്സിൽ, ഗ്രോയിനിലൊക്കെയാണ് ഈ കൂടുതലും കാണാൻ കഴിയുന്നത്. റിംഗ് വേംസ് ആർ ജനറലി അക്വയർഡ് ഫ്രം സോയിൽ. റിംഗ് വേംസ് മെയിൻലി നമുക്ക് കാണാൻ പറ്റുക സോയിൽ വഴിയാണ്, അല്ലെങ്കിൽ ഓർ ബൈ യൂസിങ് ടവല്, ക്ലോത്ത്, ഈവൻ ദ കോംബ് ഓഫ് ഇൻഫെക്റ്റഡ് ഇൻഡിവിജ്വലുമായിട്ട് ടവല്, ക്ലോത്ത്, കോംബൊക്കെ ഷെയർ ചെയ്യുന്ന വഴിയും ഈ റിംഗ് വേം ഡിസീസ് ഉണ്ടാവാം. ആണ് നമുക്ക് ഡിസീസിനെ പറ്റി, കോമൺ ഡിസീസ് ഇൻ ഹ്യൂമൻ പഠിക്കാനുണ്ടായിരുന്നത്. ആദ്യം നമ്മൾ ടൈഫോയിഡും ന്യൂമോണിയയും പഠിച്ചു. രണ്ടാമതായിട്ട് നമ്മൾ കോമൺ കോൾഡ്, വൈറൽ ഡിസീസിൽ കോമൺ കോൾഡ്. ദെൻ പ്രോട്ടോസോവൻ ഡിസീസിൽ മലേറിയയും അമീബിയാസിസും പഠിച്ചു. ദെൻ ഹെൽമിന്തിക് ഡിസീസിൽ ആസ്കാരിയാസിസും വ്യൂച്ചറേറിയയും പഠിച്ചു. ആസ്കാരിയാസിസും എലിഫൻറ്റിയാസിസും പഠിച്ചു. ദെൻ നമ്മൾ റിംഗ് വേം, ഫംഗൽ ഡിസീസിലൊന്ന് റിംഗ് വേമും പഠിച്ചു. ഇനി നമുക്കിതിൻ്റെ പ്രിവെൻഷൻ മെത്തേഡ്സ് നോക്കാം. മെയിൻ്റെനൻസ് ഓഫ് പേഴ്സണൽ ആൻഡ് പബ്ലിക് ഹൈജീൻ ആണ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പേഴ്സണൽ ആൻഡ് പബ്ലിക് ഹൈജീൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് മെനി ഇൻഫെക്ഷ്യസ് ഡിസീസ്. Measures for personal hygiene include keeping the body clean, then consumption of clean drinking water, food, vegetable, fruit. Public hygiene include proper disposal of waste, excreta, periodic cleaning and disinfection of water reservoirs, pool, cesspool and tank, and observing standard practice of hygiene in public catering. ഇത് എല്ലാം എന്ന് വെച്ചാൽ ഒരു പബ്ലിക് ഹൈജീന് കൊണ്ടുവരാം. അതിൽ നിന്ന് തന്നെ നമുക്ക് മെജോറിറ്റി ഡിസീസുകൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ദീസ് മെഷേഴ്സ് ആർ പെർട്ടിക്കുലർലി എസെൻഷ്യൽ വേർ ദി ഇൻഫെക്ഷ്യസ് ഏജൻറ്റ്സ് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ സച്ച് ആസ് ടൈഫോയിഡ്, അമീബിയാസിസ്, ആസ്കാരിസ്. ഈ ഒരു മെത്തേഡ് പെർട്ടിക്കുലർലി എസെൻഷ്യൽ ആവുന്ന എപ്പോൾ വെച്ചാൽ ഫുഡ് ആൻഡ് വാട്ടർ വഴി, കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ വഴി ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നതാണ്. അങ്ങനത്തെ കേസുകളാണ് ടൈഫോയിഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമീബിയാസിസ്, ആസ്കാരിയാസിസ്, ഇതൊക്കെ നമുക്ക് പേഴ്സണൽ ഹൈജീൻ അല്ലെങ്കിൽ പബ്ലിക് ഹൈജീന് ഉണ്ടാക്കിയിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രോഗങ്ങളാണ്. ഇൻ കേസ് ഓഫ് എയർബോൺ ഡിസീസ് സച്ച് ആസ് ന്യൂമോണിയ ആൻഡ് കോമൺ കോൾഡ് പോലുള്ള എയർബോൺ ഡിസീസുകൾ നമുക്ക് ഇൻ അഡീഷൻ ടു ദി എബോർ മെഷേഴ്സ്, മോൾ പറഞ്ഞ ആ കാര്യങ്ങൾക്ക് പുറമേ നമുക്ക് എന്ത് ചെയ്യാം, ക്ലോസ് കോണ്ടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺ ഓർ ദെയർ ബിലോങ്ങിങ് ഷുഡ് ബി അവോയ്ഡ്. ഇൻഫെക്റ്റഡ് പേഴ്സണുമായിട്ടുള്ള ക്ലോസ് കോണ്ടാക്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. Then for disease such as malaria and filariasis that are transmitted through insect vectorsലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മലേറിയ, ഫൈലേരിയാസിസ് പോലുള്ള രോഗങ്ങളെ നമുക്ക് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെഷർ ഈസ് ടു കൺട്രോൾ ഓർ എലിമിനേറ്റ് ദ വെക്ടർ എന്നുള്ളതാണ്. അപ്പോൾ ദെയർ ബ്രീഡിംഗ് പ്ലേസ്, ദിസ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ അവോയ്ഡിങ് സ്റ്റാഗ്നേഷൻ ഓഫ് വാട്ടർ, വെള്ളം കെട്ടിക്കിടക്കുന്ന ഒഴിവാക്കാം. അറൗണ്ട് റെസിഡൻഷ്യൽ ഏരിയാസ്, റെഗുലർ ക്ലീനിങ് ഓഫ് ഹൗസ് ഹോൾഡ് കൂളേഴ്സ്, യൂസ് ഓഫ് മോസ്കിറ്റോ നെറ്റ്, ഇൻട്രൊഡ്യൂസിങ് ഫിഷസ് ലൈക്ക് ഗാംബ്യൂഷ്യ ഇൻ പോണ്ട് ദാറ്റ് ഫീഡ് ഓൺ മോസ്കിറ്റോ ലാർവ. മോസ്കിറ്റോ ലാർവകളെ കഴിക്കുന്ന ഒരു ഫിഷാണ് ഗാംബ്യൂസിയ എന്ന് പറയുന്നത്. അതിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. സ്പ്രേയിങ് ഓഫ് ഇൻസെക്ടിസൈഡ് ഇൻ ഡിച്ചസ്, drainage areas and swamp, etc. In addition, door and windows should be provided with wire mesh to prevent the entry of mosquitoes. Such precautions have become more important, especially in the light of recent widespread incidents of the vector-borne Aedes mosquitoes disease. Like Aedes mosquito പരത്തുന്ന ഡിസീസാണ് ഡെങ്കി, ചിക്കൻ ഗുനിയ, ഓക്കെ, ഈഡീസ് മോസ്കിറ്റോ പരത്തുന്ന ഡിസീസുകളാണ്. ദെൻ ദ അഡ്വാൻറ്റേജ് മെയ്ഡ് ഇൻ ബയോളജിക്കൽ സയൻസ് ഹാവ് ആംഡ് ആസ് ടു എഫക്റ്റീവ്ലി ഡീൽ വിത്ത് മെനി ഇൻഫെക്ഷ്യസ് ഡിസീസസ്.
The use of vaccine and immunization programs have enabled us to completely eradicate a deadly disease like smallpox പോലുള്ള disease. A large number of other infectious diseases like polio, diphtheria, pneumonia, tetanus have been controlled to a large extent by the use of vaccine. നമുക്ക് അവരെ തടയാൻ പറ്റും. Then biotechnology, about which you will read a verge of making available newer and safer vaccines. Discovery of antibiotics and various other drugs have also enabled us to effectively treat infectious disease. അപ്പോൾ ഇത്രയാണ് ഈ പാർട്ടിലുള്ളത്.